നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃശീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവതജ്ഞാന ഗംഗ നമ്മൾ ദശമസ്കന്ധത്തിൽ 84-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 അധ്യായങ്ങളായിട്ട് തന്നെ സമന്ത പഞ്ചകത്തിലെ സമാഗമങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ അധ്യായത്തിൽ ദ്രൗപദീ ദേവിയും കൃഷ്ണപത്നിമാരുമായിട്ടുള്ള സമാഗമം. അതിൽ ദ്രൗപദിയുടെ ചോദ്യങ്ങൾക്ക് കൃഷ്ണപത്നിമാർ ഓരോരുത്തരും അവരുടെ വിവാഹം എങ്ങനെയാണ് ഉണ്ടായതെന്നും അവർ ഭഗവാനെ എത്രത്തോളം സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യവും ജന്മജന്മാന്തരങ്ങളിലും അവർക്ക് ഈ കൃഷ്ണന്റെ പാദസേവ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ആശയങ്ങൾ നമ്മൾ വിശദമായി കണ്ടു. ലക്ഷ്മണയുടെ വിവാഹം വളരെ വിശദമായിട്ട് വർണ്ണിച്ചിരുന്നു. എന്തായാലും ഇനിയും സമന്ത പഞ്ചകത്തിലെ സംഗമങ്ങൾ തുടരുകയാണ്. ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്ന അധ്യായത്തിൽ അനേക ഋഷിമുനിമാര് സമന്ത പഞ്ചകത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് വരികയാണ്. ഭഗവാനോ അവരെ തെരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമാഗമമാണ് സത്സംഗം എന്ന് പറയാം. ഭഗവാൻ മുനിമാരുടെ മാഹാത്മ്യം എല്ലാവരും കേൾക്കെ പ്രശംസിക്കുന്നതും മുനിമാർ ഭഗവാന്റെ മാഹാത്മ്യം പ്രശംസിക്കുന്നതുമായിട്ടുള്ള ആ ഒരു സംഗതിയാണ് ഇവർ തമ്മിലുള്ള സമാഗമത്തിലെ മുഖ്യ വിഷയം. അതിനുശേഷം പിന്നീട് ഈ അധ്യായത്തിൽ തന്നെ ഭഗവാന്റെ പിതാവായ വസുദേവർ ആ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ച് ഒരു മഹായജ്ഞം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പുത്രന്റെ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ഭഗവാൻ അത് വേണ്ടതുപോലെ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കഥയും കൂടിയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും സമന്ത പഞ്ചകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. ഏറ്റവും അവസാനം പോകുന്നത് ഭഗവാൻ തന്നെയാണ്. അല്ലെങ്കിൽ ആദ്യം വന്നതും ഭഗവാൻ, അവസാനം പോകുന്നതും ഭഗവാനും ദ്വാരകാവാസികളും. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ ഇനി വരാനിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും മുഴുവൻ വായിക്കാം. 71 ശ്ലോകങ്ങളുള്ള വലിയൊരു അധ്യായമാണ്. വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 84-തമോऽധ്യായഃ. ശ്രീശുക ഉവാച ശ്രുത്വാ പൃഥാ സുബലപുത്ര്യദയാജ്ഞസേനി മാധവ്യദക്ഷിതിപപത്ന്യ ഉത സ്വഗോപ്യഃ കൃഷ്ണേ കിലാത്മനി ഹരൗ പ്രണയാനുബന്ധം സർവാ വിസിസ്മ്യുരലം അശ്രുകലാകുലക്ഷ്യഃ. ശ്രീശുക ഉവാച ഇതി സംഭാഷമാണാസു സ്ത്രീഭിഃ സ്ത്രീഷു നൃഭിർനൃഷു ആയൈർമുനയസ്തത്ര കൃഷ്ണരാമതിദൃക്ഷയാം
ദ്വൈപായനോ നാരദശ്ച ച്യവനോ ദേവലോ അസിതഃ വിശ്വാമിത്രശതാനന്ദോ ഭരദ്വാജോദ ഗൗതമഃ രാമഃ സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലവോ ഭൃഗുഃ പുലസ്ത്യഃ കശ്യപോത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതിഃ ദ്വിതഃ ത്രിതശ്ചൈകദശ്ച ബ്രഹ്മപുത്രാസ്തദാംഗിരാः അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ താൻ ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാഗാസീനാ നൃപാദയഃ പാണ്ഡവാ കൃഷ്ണരാമൗ ച പ്രണേമുർവിശ്വവന്ദിതാൻ താനാനർച്ചു യഥാ സർവേ സഹ രാമോച്യുതോർച്ചയത് സ്വാഗതാസനപാദ്യാർഘ്യമാല്യധൂപാനുലേപനൈഃ ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനുഃ സദസസ്തസ്യ മഹതോ യഥവാചോനുശൃണ്വതഃ ശ്രീഭഗവാനുവാച അഹോ വയം ജന്മഭൃതോ ലബ്ധം കാർഷ്ണേന തദ്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗേശ്വരദർശനം കിം സ്വൽപതപസാം നൃണാം അർച്ചായാം ദേവചക്ഷുഷാം ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ നാഗ്നിർന സൂര്യോ ന ച ചന്ദ്രതാരകോ ന ഭൂർജലം ഖം ശ്വസനോദവാങ്മനഃ ഉപാസിതാ ഭേദകൃതോ ഹരന്ത്യഘം വിപശ്ചിതോഗ്നം വിമുഹൂർത്തസേവയാം യസ്യാത്മബുദ്ധിക്കുണവേ ത്രിധാതുകേ സ്വദീകളത്രാദിഷു ഭൗമയുജ്യതീഃ യത്തീർത്ഥബുദ്ധിഃ സലിലേന കർഹിചിത് ജനേഷു അഭിജ്ഞേഷു സ ഏവ ഘോഖരഃ. ശ്രീശുക ഉവാച നിശമ്യേത്തം ഭഗവതഃ കൃഷ്ണസ്യാകുണ്ഡമേധസഃ വചോ ദുരന്വയം വിപ്രാഃ തൂഷ്ണീമാസൻ ഭ്രമദ്യഃ ചിരം വിമൃശ്യ മുനയഃ ഈശിതവ്യതാം ജനസംഗ്രഹ ഇത്യൂജുഃ സ്മയന്തസ്തം ജഗദ്ഗുരും മുനയ ഊജുഃ യന്മായയാ തത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാമധീശ്വരാഃ യദീശിതവ്യായതി ഗൂഢൈഹയാ അഹോ വിചിത്രം ഭഗവൽ വിചേഷ്ടിതം അനീഹയേതദ് ബഹുധൈക ആത്മന സൃജത്യവത്യക്തി ന ബധ്യതേ തദ് യഥാ ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണീ അഹോ വിഭൂംനശ്ചരിതം വിഡംബനം അഥാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖല നിഗ്രഹായ ച സ്വലീലയാ വേദപഥം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഃ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം യത്തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേഃ ത്വമാത്മനഃ സഭാജയസി സദ്ധാമ തദ്ബ്രഹ്മണ്യഗ്രണീർഭവാൻ അദ്യനോ ജന്മ സാഫല്യം വിദ്യായാസ്തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യ യദന്തശ്രേയസാം പരഃ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ സ്വയോഗമായാച്ഛന്നമഹിംനേ പരമാത്മനി നയം വിദന്ത്യമീ ഭൂപ ഏകാരാമാശ്ച വൃഷ്ണയഃ മായാജവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം യഥാ ശയാനഃ പുരുഷഃ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാജം ന വേദരഹിതം പരം ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷ്വിന്ദ്രിയേഷു ഇന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദ സ്മൃത്യുപപ്ലവാത് തസ്യാദ്യത്തെ ദദൃശിമാംഗ്രിം അഘൗഗമർഷതീർത്ഥാസ്പദം
ഹൃദി കൃതം സുവിപക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിമധോനുഗൃഹാണ ഭക്താൻ. ശ്രീശുക ഉവാച ഇത്യനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്തും മുനയോ ദദിരേ മനഃ. തദ്വീക്ഷ്യ താനുപവ്രജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ച ഉപസംഗൃഹ്യ ബഭാഷേതം സുയന്ത്രിതഃ. വസുദേവ ഉവാച നമോ വഃ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത കർമ്മണാ കർമ്മനിർഹാരോ യദാ സ്യാന്നഃ തദുച്യതാം. നാരദ ഉവാച നാദിചിത്രമിദം വിപ്രാഹ വസുദേവോ ബുഭുത്സയാ കൃഷ്ണം മത്വാർഭകം ജംനഃ പൃച്ഛതി ശ്രേയ ആത്മനഃ. സന്നികർഷോ ഹി മർത്യാനാം അനാദരണകാരണം ഗാംഗം ഹിത്വാ യദാന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. യസ്യാനുഭൂതിഃ കാലേന ലയോത്പത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാच्च ഗുണതോ ന കുതശ്ച നരിഷ്യതി. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിഃ സ്വവിഭവൈർ ഉപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. അദോ ജുർമുനയോ രാജൻ ആഭാഷ്യാനഗതുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോഃ. കർമ്മണാ കർമ്മനിർഹാരഃ ഏഷ സാധു നിരൂപിതഃ യത്ശ്രദ്ധയാ യജേത് വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ. ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹഃ. അയം സ്വസ്ത്യേനഃ പന്ഥാ ദ്വിജാതേർഗൃഹമേദിനഃ യത്ശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷഃ. വിത്തൈഷണാം യജ്ഞദാനൈർഗൃഹൈർദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവകാലേന വിസൃജേർബുധഃ. ഗ്രാമേ തെക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷിപിതॄണാം പ്രഭോ യജ്ഞാധ്യയന പുത്രൈസ്താനി അനിസ്തീര്യത്യജൻ പതേത്. ത്വം ത്വദ്യ മുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞൈർദേവർണമുന്മുച്യ നിർഋണോ ശരണോ ഭവ. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ചഃ സ യദ്വാം പുത്രതാം ഗതഃ. ശ്രീശുക ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്നാ നമ്യ പ്രസാദ്യ ച. തയേനം ഋഷയോ രാജൻ മൃഗാ ധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ. തന്മഹിഷ്യശ്ച മുദിതാ നിഷ്കകണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാമുപാജഗ്മുഃ ആലിപ്താ വസ്തുപാണയഃ. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനഗാദയഃ നൃതുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ. ജഗുസ്സു കണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തം ഋത്വിജഃ. പത്നീഭിരഷ്ടാദശഭിഃ സോമരാജം ഇവോടുഭിഃ. താഭിർദുകൂലവലയൈർഹാരനൂപുരകുണ്ഡലൈഃ സ്വലങ്കൃതാഭിർവിബഭൗ ദീക്ഷിതോ അജിനസംവൃതഃ. തസ്യർപ്പിജോ മഹാരാജ രത്നകൗശേയവാസസഃ സ സദസ്യാവിരേതുസ്തേ യഥാ വൃത്രഹണോദ്വരേ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈഃ സ്വൈർബന്ധുഭിർ അന്വിതൗ രേജദുസ്വസുതൈർദാരൈർജീവേശൗ സ്വവിഭൂതിഭിः. ഈജേനു യജ്ഞം വിധിനാ അഗ്നിഹോത്രാദിലക്ഷണൈഃ പ്രാകൃതൈർവൈകൃതൈർയജ്ഞൈഃ ദ്രവ്യജ്ഞാനക്രിയേശ്വരം
അദർത്തിഭ്യോ ദദാത് കാലേ യദാമുനാദം സദക്ഷിണാഃ സ്വലംകൃതേഭ്യോലംകൃത്യ ഗോഭൂകന്യാ മഹാദനാഃ പത്നീ സംയാജാവഭൃത്യൈശ്ചരിത്വാ തേ മഹർഷയഃ സസ്നൂ രാമഹൃദേ വിപ്രാ യജമാനപുരസ്സരാഃ സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാത്തദാ സ്ത്രിയഃ തദസ്വലംകൃതോ വർണ്ണാൻ ആശ്വഭ്യോ അന്നേന പൂജയത് ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസ വിദർഭകോസലഗുരൂൻ കാശികേകയ സഞ്ജയാൻ സദസ്യാർത്തിക് സുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്ദഃ പ്രയയുഃ ക്രതും ധൃതരാഷ്ട്രോനുജഃ പാർത്ഥാ ഭീഷ്മോ ദ്രോണഃ പൃഥായമൗ നാരദോ ഭഗവാൻ വ്യാസഃ സുഹൃൽ സംബന്ധി ബാന്ധവാഃ ബന്ധൂൻ പരിഷ്വജ്യ യദൂൻ സൗഹൃദാത് ക്ലിന്നചേതസഃ യയുർവിരഹ കൃച്ഛ്രേണ സ്വദേശാൻ ചാപരേ ജനാഃ നന്ദസ്തു സഹ ഗോപാലൈർബൃഹത്യാ പൂജയാർച്ചിതഃ കൃഷ്ണരാമോഗ്രസേനാദ്യൈർന്യവാൽസീത് ബന്ധുവത്സലഃ വസുദേവം ച സോത്തീര്യ മനോരഥമഹാർണവം സുഹൃദ്വൃതഃ പ്രീതമനാ നന്ദമാഹ കരേ സ്പൃശൻ വസുദേവ ഉവാച ഭ്രാതർ ഈശകൃതഃ പാശോ നൃണാം യഃ സ്നേഹസംജ്ഞിതഃ തം ദുസ്ത്യജമഹം മന്യേ ശൂരാണാമപി യോഗിനാം അസ്മാസ്വപ്രതികൽപേയം യത്കൃതാജ്ഞേഷു സത്തമൈഃ മൈത്ര്യർപ്പിതാ ഫലാവാപി ന നിവർത്തേത കർഹിചിത് പ്രാഗകൽപാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദന്താക്ഷാ ന പശ്യാമഃ പുരസ്സതഃ മാ രാജ്യശ്രീരഭൂത് പുംസഃ ശ്രേയസ്കാമസ്യ മാനദ സ്വജനാനുത ബന്ധൂൻ വാ ന പശ്യതി യാന്തദൃക് ശ്രീശുക ഉവാച ഏവം സൗഹൃദശൈഥില്യചിത്ത ആനകദുന്ദുഭിഃ രുരോദ തത്കൃതാം മൈത്രീം സ്മരൻ അശ്രുവിലോചനഃ നന്ദസ്തു സഖ്യുഃ പ്രിയകൃത് പ്രേംണാ ഗോവിന്ദരാമയോഃ അദ്യശ്വൈതി മാസാൻ ത്രീൻ യദുഭിർമാനിതോ വസത് തദകാമൈ പൂര്യമാണഃ സവ്രജഃ സഹ ബാന്ധവഃ പരാർദ്യാഭരണക്ഷൗമാൻ പരാർദ്യാഭരണക്ഷൗമനാനാനർഘ്യപരിച്ഛദൈഃ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവബലാദിഭിഃ ദത്തമാദായ പാരിബർഹം യാപിതോ യദുഭിര്യയൗ നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണംബുജേ മനഃക്ഷിപ്തം പുനർഹർത്തും അനീശാ മധുരാം യയുഃ ബന്ധുഷു പ്രതിയാതേഷു വൃഷ്ണയ കൃഷ്ണദേവതാഃ വീക്ഷ്യ പ്രാവൃഷമാസന്നാം യയുർദ്വാരവതീം പുനഃ ജനേഭ്യഃ കഥയാം ചക്രുഃ യദുദേവ മഹോത്സവം യദാസീത് തീർത്ഥയാത്രായാം സുഹൃൽ സന്ദർശനാദികം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ തീർത്ഥയാത്രാനുവർണ്ണനം നാമ ചതുരശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം.
ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ സമന്ത പഞ്ചക തീർത്ഥയാത്ര, അതിൽ 3 അധ്യായങ്ങളിൽ 2 അധ്യായം കഴിഞ്ഞു. ഇനി ഒരധ്യായം ബാക്കി, 84-ാം അധ്യായം. അതിൽ ഭഗവാനും ഋഷിമുനിമാരുമായിട്ടുള്ള സമാഗമവും പിന്നീട് വസുദേവരുടെ ആഗ്രഹമനുസരിച്ച് ഭഗവാൻ അവിടെ ഒരു വലിയ യാഗം നടത്തിക്കൊടുക്കുന്നതും, അത് കഴിഞ്ഞ് ഗോപന്മാരും ഭഗവാനും 3 മാസത്തോളം പിന്നെയും അവിടെ താമസിച്ച് പിന്നീട് എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതുമായിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് 84-ാം അധ്യായം ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധേ ചതുരശീതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ശ്രുത്വാ പൃഥാ സുബലപുത്ര്യദയാജ്ഞസേനീ മാധവ്യത ക്ഷിതിപപത്ന്യ ഉത സ്വഗോപ്യഃ കൃഷ്ണേ കിലാത്മനിഹരൗ പ്രണയാനുബന്ധം സർവാ വിസിസ്മ്യുരലം അശ്രുകലാകുലാക്ഷ്യഃ. ശ്രീശുക ഉവാച ശ്രുത്വാ പൃഥാ സുബലപുത്ര്യദയാജ്ഞസേനീ മാധവ്യദക്ഷിതിപപത്ന്യ ഉത സ്വഗോപ്യഃ കൃഷ്ണേ കിലാത്മനിഹരൗ പ്രണയാനുബന്ധം സർവാ വിസിസ്മ്യുരലം അശ്രുകലാകുലാക്ഷ്യഃ. ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു തുടർച്ച, അതാണ് ഈ ശ്ലോകം. അതുമായിട്ട് കണക്ട് ചെയ്യണം. ദ്രൗപദിയും കൃഷ്ണപത്നിമാരുമായിട്ടാണ് സമാഗമം ആരംഭിച്ച് കൃഷ്ണപത്നിമാർ അവരുടെ വിവാഹ ജീവിത കഥ വർണ്ണിക്കാൻ തുടങ്ങിയത്. ആ സന്ദർഭത്തിൽ മറ്റു പലരും കൗതുകത്തോടെ വന്നു ചേർന്നു. അവിടെ എന്താ ഇവിടെ നടക്കണത് എന്ന് ചോദിച്ചുകൊണ്ട് മുതിർന്നവരായിട്ടുള്ള ആളുകളും ഒക്കെ അവിടെ വന്നു ചേർന്നു. അങ്ങനെയുള്ളവരൊക്കെ ഈ കൃഷ്ണപത്നിമാരുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമവും ഭക്തിയും ഭഗവാന്റെ അവരോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം മനസ്സിലാക്കി എല്ലാവരും വിസ്മയിച്ചു. എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും ഓർത്ത് അശ്രു കല ആകുലാക്ഷ്യകളായി മാറി. എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ്, ആനന്ദ നിർവൃതിയോടുകൂടിയിട്ടാണ്, ഭക്തി പരവശരായിട്ടാണ് ഈ ഭഗവാന്റെ പത്നിമാരുടെ കഥകൾ കേട്ടത് എന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ശ്ലോകം എന്താ പറയണത്? ശ്രുത്വാ പൃഥാ സുബലപുത്രീ അത യാജ്ഞസേനീ മാധവീ അത ക്ഷിതിപപത്ന്യഃ ഉത സ്വഗോപ്യഃ കൃഷ്ണേ അഖിലാത്മനിഹരൗ പ്രണയാനുബന്ധം സർവാഃ വിസിസ്മ്യുഃ അലം അശ്രുകലാകുലാക്ഷ്യഃ. അപ്പോൾ അവിടെ ആരൊക്കെ വന്നു ചേർന്നു? ആരൊക്കെ ഈ കഥകൾ കേട്ടു? പൃഥ എന്ന് പറഞ്ഞാൽ കുന്തിദേവി. അപ്പോൾ ദ്രൗപദിയുടെ ഈ ഒരു ചോദ്യവും കൃഷ്ണപത്നിമാരുടെ ആ ഉത്തരവും കേൾക്കാനായിക്കൊണ്ട് കുന്തിദേവി അവിടെ വന്നു ചേർന്നു. പൃഥ സുബലപുത്രി, സുബലന്റെ പുത്രി, ഗാന്ധാര രാജാവിന്റെ പുത്രി ഗാന്ധാരി. ഗാന്ധാരിയുടെ അച്ഛന്റെ പേരാണ് സുബലൻ. അപ്പൊ ഗാന്ധാരി അത യാജ്ഞസേനി. യാജ്ഞസേനി പാഞ്ചാലി തന്നെ. അപ്പൊ യാജ്ഞസേനി എന്നറിയപ്പെടുന്ന പാഞ്ചാലിയും അധ മാധവി. ഇവിടെ മാധവി എന്ന് പറഞ്ഞത് സുഭദ്രാദേവിയെ, അർജുനന്റെ പത്നിയായ സുഭദ്ര ഭഗവാന്റെ സഹോദരിയാണ്. ആ മാധവിയെയും ക്ഷിതിപപത്ന്യഃ, മറ്റ് രാജാക്കന്മാരുടെ പത്നിമാരൊക്കെ ഇത് കേട്ടിട്ട് ഞങ്ങൾക്കും കേൾക്കണം എന്ന് പറഞ്ഞ് ചുറ്റും കൂടിയിരുന്നു. ക്ഷിതിപപത്ന്യഃ ഉദ സ്വഗോപ്യഃ
മാത്രമല്ല ഗോപികമാരും ചുറ്റും വന്നു കൂടിയിട്ടുണ്ട്. അല്ലേ? ഗോപികമാര് അവരുടെ ഭഗവാന്റെ കഥ കേൾക്കാനായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഭഗവാന്റെ വിവാഹ കഥകൾ എങ്ങനെയുള്ളതാണെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സ്വഗോപ്യ ഭഗവാന്റെ സ്വന്തം ഗോപികമാര് എന്ന അർത്ഥത്തില്. ഗോപികമാർ ഭഗവാന്റെ സ്വന്തം ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഭക്തകളായിട്ടുള്ള ആ ഗോപികമാരും എല്ലാവരും അവിടെ വന്നിട്ട് അഖിലാത്മനി ഹരൗ കൃഷ്ണേ പ്രണയാനുബന്ധം ശ്രുത്വാ. അഖിലാത്മനി എല്ലാവരുടെയും ആത്മാവ് തന്നെയായിരിക്കുന്ന ഹരൗ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവനായ ആ കൃഷ്ണനിൽ പ്രണയാനുബന്ധം ശ്രുത്വാ ഈ ഭാര്യമാരുടെ കൃഷ്ണപത്നിമാരുടെ ആ പ്രണയ അനുബന്ധം അവരുടെ ആ ഒരു സ്നേഹം പാതിവ്രത്യം മുതലായതൊക്കെ മനസ്സിലാക്കിയിട്ട് ശ്രുത്വാ കേട്ടിട്ട് അശ്രുകലാകുലാക്ഷ്യ സർവാഹ അലം വിസിസ്മ്യുഹു. അശ്രുകലാകുലാക്ഷ്യ അശ്രുകല കണ്ണുനീർത്തുള്ളികൾ. ആ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് ആകുലമായ കണ്ണുകളോട് കൂടിയവരായിട്ട് എന്നുവെച്ചാൽ തുളുമ്പി നിൽക്കുന്ന കണ്ണോടുകൂടിയവരായിട്ട് നിറഞ്ഞ നിർവൃതിയോട് കൂടിയവരായിട്ട് സർവാഹ അലം വിസിസ്മ്യുഹു എല്ലാവരും നല്ലോണം വിസ്മയിച്ചു. അലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മതിയാവോളം നടത്തോളം. അലം വിസിസ്മ്യുഹു വിസിസ്മ്യുഹു വിസ്മയത്തെ പ്രാപിച്ചു എന്നർത്ഥം. എല്ലാവരും ആശ്ചര്യഭരിതരായിരിക്കണം. ഓരോരുത്തരും വിചാരിച്ചു എനിക്ക് മാത്രമാണ് കൃഷ്ണനോട് പ്രേമം, ഞാനാണ് കൃഷ്ണനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവര്, എന്നെ പോലെ കൃഷ്ണനോട് സ്നേഹം ആർക്കുമില്ല എന്നൊക്കെ ഓരോരുത്തരും അഭിമാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കൃഷ്ണപത്നിമാരായിട്ടുള്ള ഓരോരുത്തരും പറയുന്നു ഞങ്ങള് ആ കൃഷ്ണന്റെ ദാസികളാണ്, പാദദാസികളാണ്, ഞങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളിലും അവന്റെ വീട്ടിലെ അടിച്ചു വാരുന്ന ജോലിയോ അല്ലെ അദ്ദേഹത്തിന്റെ കാലൊഴിഞ്ഞു കൊടുക്കാനോ കാല് കഴുകി കൊടുക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും സേവ കിട്ടിയാൽ മതി എന്ന് ഓരോരുത്തരും ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ പറഞ്ഞ് അവരുടെ ഭക്തിയെ പ്രകടിപ്പിച്ചതായിട്ടുള്ള സമയത്ത് ഇത് കേട്ട എല്ലാവരും മനസ്സിലാക്കി എനിക്ക് മാത്രമല്ല ഭഗവാനോട് ഭക്തി. അല്ലേ? നമ്മൾ ഓരോരുത്തരും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വളരെ പൊസസീവായിട്ട് പറയും. ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തൊന്ന് പോയി നോക്കൂ. അവിടെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? നമ്മളെക്കാൾ ഭക്തിയുള്ളവരായിട്ടുള്ള എത്ര പേരെ അവിടെ കാണാം. അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഞാനേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരും. അല്ലേ? എൻ്റെ ഗുരുവായൂരപ്പനല്ല, ഗുരുവായൂരപ്പൻ്റെ ഞാനേ. അതുപോലെ ആയിപ്പോൾ എല്ലാ സ്ത്രീകളും എൻ്റെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണൻ ഓരോരുത്തരും വിചാരിച്ചിരുന്നത് കൃഷ്ണൻ്റെ ഞാനായി. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു. എല്ലാവർക്കും ആ സമഭാവന വന്നു. കൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെയും ആത്മാവാണ്, അഖിലാത്മാവാണ്. എൻ്റെ മാത്രം പൊസസ് ചെയ്യാനുള്ളതല്ല, ലോകത്തിൻ്റെ മൊത്തം സ്വന്തമാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ സ്വന്തമാണ് ഈ ലോകം. ഈ ലോകമേ കൃഷ്ണനാണ്, കൃഷ്ണൻ മാത്രമാണ് സത്യം. ഈ അറിവ് ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ അശ്രുകലാകുലാക്ഷ്യ അങ്ങനെ കണ്ണു നിറഞ്ഞ് വിസ്മയത്തെ പ്രാപിച്ചവരായി എന്നർത്ഥം. ഇതി സംഭാഷമാണാസു സ്ത്രീഭിഃ സ്ത്രീഷു നൃഭിർനൃഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമതിദൃക്ഷയാ. ഇതി സംഭാഷമാണാസു സ്ത്രീഭിഃ സ്ത്രീഷു നൃഭിർനൃഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമതിദൃക്ഷയാ. അപ്പൊ ഇതി ഇപ്രകാരം സ്ത്രീഭിഃ സ്ത്രീഷു സംഭാഷമാണാസു സത്സു ഇങ്ങനെ സ്ത്രീകളോട് സ്ത്രീകളോട് അഥവാ സ്ത്രീകളാൽ സ്ത്രീകളും നൃഭിഃ നൃഷു സംഭാഷമാണേഷു പുരുഷന്മാരോടും സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കേ. സ്ത്രീലിംഗത്തിൽ സംഭാഷമാണാസു, പുല്ലിംഗത്തിലാക്കുമ്പോൾ സംഭാഷമാണേഷു.
പക്ഷെ ഒരു പ്രയോഗം കൊണ്ട് രണ്ടും ചേർത്തു. സംഭാഷമാണാസു സ്ത്രീഭിഹി സ്ത്രീഷു നൃഭിർ നൃഷു. ആ സമയത്ത് ഇങ്ങനെ പരസ്പരം ഇവരെല്ലാം സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക. പുരുഷന്മാർ പുരുഷന്മാരായിട്ട് കൂടിയിരിക്കണു, സ്ത്രീകൾ സ്ത്രീകളായിട്ട് കൂടിയിരിക്കണു. അങ്ങനെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ ഇൻ ദ മീൻ വൈൽ വാട്ട് ഹാപ്പൻഡ്? കൃഷ്ണരാമ ദിദൃക്ഷയാ മുനയഃ തത്ര ആയയുഹു. കൃഷ്ണരാമ ദിദൃക്ഷയ, കൃഷ്ണനെയും രാമനെയും ദ്രഷ്ടും ഇച്ഛയ, കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് മുനയഃ തത്ര ആയയുഹു, മുനികൾ അവിടെ വന്നു ചേർന്നു. ഏതൊക്കെ മുനികളാണെന്ന് പേരെടുത്ത് പറയുകയാണെനി. ഏതൊക്കെ പ്രഗത്ഭരായ മുനികൾ അവിടെ വന്നു ചേർന്നിട്ടുണ്ട്? ദ്വൈപായനോ നാരദശ്ച ച്യവനോ ദേവലോ അസിതഃ വിശ്വാമിത്രശ്ചദാനന്ദോ ഭരദ്വാജോ ഗൗതമഃ രാമ സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലവോ ഭൃഗുഃ പുലസ്ത്യഃ കശ്യപോ അത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതിഃ ദിതഃ ത്രിതഃ ചൈകദഃ ബ്രഹ്മപുത്രാഃ തദാംഗിരാഃ അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ. 36 പേരുകൾ എടുത്തു പറഞ്ഞു അല്ലേ, 3 വരിയിൽ 3 ശ്ലോകങ്ങളിൽ. അപ്പൊ ആരൊക്കെയാണ് അവിടെ വന്ന മുനിമാരുടെ പേരുകൾ? ദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ, വേദവ്യാസൻ തന്നെ ദ്വൈപായനൻ. നാരദനുണ്ട്. ചവന മഹർഷിയുണ്ട്. ദേവല മഹർഷിയുണ്ട്. അസിത മഹർഷിയാണ് അസിതഃ. വിശ്വാമിത്രനുണ്ട്. ശതാനന്ദനുണ്ട്. ഭരദ്വാജനുണ്ട്. അത് അനന്തരം ഗൗതമ മഹർഷിയുണ്ട്. രാമഃ സശിഷ്യഃ ഭഗവാൻ രാമഃ. ഇവിടെ പരശുരാമനെയാണ് ഭഗവാൻ രാമഃ എന്ന് പറഞ്ഞ് ശിഷ്യഗണങ്ങളോടുകൂടി വന്നിട്ടുണ്ട്. സശിഷ്യഃ. പിന്നീട് വസിഷ്ഠ മഹർഷിയുണ്ട്. ഗാലവ ഋഷി. ഭൃഗു മഹർഷി. പുലസ്ത്യൻ കശ്യപൻ. അത്രി മാർക്കണ്ഡേയൻ ബൃഹസ്പതി. പിന്നീട് ദ്വിതൻ ത്രിതൻ ഏകതൻ. ദ്വിതഃ ത്രിതഃ ച ഏകതശ്ച. 3 പേരുകളാണ് ദ്വിതൻ ത്രിതൻ ഏകതൻ. പിന്നീട് എന്താണ്? ബ്രഹ്മപുത്രാഹ എന്ന് പറഞ്ഞാൽ സനകാദയഃ, സനകാദികളുണ്ട്. പിന്നീട് തതോ അങ്കിരസ് മഹർഷിയുണ്ട്. അഗസ്ത്യനുണ്ട്. യാജ്ഞവൽക്യനുണ്ട്. വാമദേവൻ. ആദയ എന്ന് പറഞ്ഞാലോ ഇനിയും ഇപ്പൊ പ്രമുഖരുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞുള്ളൂ. എല്ലാവരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. അത്രയും വലിയൊരു യാത്രയായിരുന്നു, ധർമ്മ സന്ദേശ യാത്രയായിരുന്നു അല്ലേ. എല്ലാവരുടെ പേരും എടുത്തു പറയാൻ പ്രയാസമാണ്. അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ അപരേ. ഒരുപാട് ഋഷീശ്വരന്മാർ ഒന്നിച്ച് വന്നു ചേർന്നു. താൻ ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാഗാസീനാ നൃപാദയഃ പാണ്ഡവാ കൃഷ്ണരാമൗ ച പ്രണേമുരു വിശ്വവന്ദിതാൻ. താൻ ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാഗാസീനാ നൃപാദയഃ പാണ്ഡവാ കൃഷ്ണരാമൗ ച പ്രണേമുരു വിശ്വവന്ദിതാൻ. താൻ ദൃഷ്ട്വാ ഈ മഹർഷിമാരെ കണ്ടിട്ട് പ്രാഗ് ആസീനാ നൃപാദയഃ സഹസ ഉത്ഥായ. പ്രാഗ് ആസീന മുമ്പേ ഇരുന്നവരായിരുന്ന നൃപാദയഃ രാജാക്കന്മാര് മുതലായവർ സഹസാ ഉത്ഥായ വേഗത്തിൽ ചാടി എഴുന്നേറ്റു. ഇപ്പൊ ഋഷിമുനിമാര് വരുമ്പോ മഹാത്മാക്കൾ, ഗുരുക്കന്മാർ, ജ്യേഷ്ഠന്മാരാണ് ക്ഷത്രിയന്മാർക്ക്. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കളെയൊക്കെ കണ്ടതോടുകൂടെ മുമ്പ് ഇരുന്നവരായിരുന്നു രാജാക്കന്മാരൊക്കെ, ഭരണാധികാരികളൊക്കെ ചാടി എഴുന്നേറ്റു. പ്രാഗാസീനാ നൃപാദയഃ സഹസാ ഉത്ഥായ, വേഗത്തിൽ എഴുന്നേറ്റ്. ഇതാണ് നമ്മുടെ സംസ്കാരം. അതുപോലെ പാണ്ഡവന്മാര്, യുധിഷ്ഠിരൻ മുതലായ 5 പേര്,
കൃഷ്ണരാമൗച രാമകൃഷ്ണന്മാർ രണ്ടുപേരും പ്രണേമുഹു വിശ്വവന്ദിതാൻ ലോകം മുഴുവൻ വന്ദിക്കുന്നവരാണിവര്, വിശ്വത്താൽ വന്ദിക്കപ്പെടുന്ന ഋഷിമുനിമാരാണ്. ആ ഗുരുവര്യന്മാരെ പ്രണേമുഹു എല്ലാവരും പ്രണമിച്ചു. എല്ലാവരും കൂട്ടത്തോടെ പ്രണമിച്ചുകൊണ്ട് അവരെ എതിരേറ്റു. താൻ ആനർച്ചുഹു യഥാ സർവേ സഹരാമോ അച്യുതോർച്ചയത് സ്വാഗതാസനപാദ്യാർഘ്യമാല്യധൂപാനുലേപനൈഃ. താൻ ആനർച്ചുർയഥാ സർവേ സഹരാമോ അച്യുതോർച്ചയത് സ്വാഗതാസനപാദ്യാർഘ്യമാല്യധൂപാനുലേപനൈഃ. ഈ മഹാത്മാക്കൾ വന്നപ്പോൾ രാമകൃഷ്ണന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ അർച്ചിച്ചു, പൂജിച്ചു. അപ്പൊ രാമകൃഷ്ണന്മാരെങ്ങനെ പൂജിച്ചുവോ അത് കണ്ട് മറ്റുള്ളവരും മാതൃകയായി സ്വീകരിച്ച് അവരും അതുപോലെ ചെയ്തു എന്നാണ്. അപ്പൊ സഹരാമ അച്യുത രാമനോടുകൂടിയ അച്യുതൻ അവരെ യഥാ ആനർച്ചു, എപ്രകാരം അർച്ചിച്ചുവോ അതുപോലെ സർവേ താൻ ആനർച്ചു. എല്ലാവരും അവരെ അർച്ചിച്ചു, ആ മഹാത്മാക്കളെ അർച്ചിച്ചു. അപ്പൊ രാമനും കൃഷ്ണനും എപ്രകാരം അർച്ചിച്ചുവോ അത് അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവരും അർച്ചിച്ചു. സ്വാഗത ആസന പാദ്യ അർഘ്യ മാല്യ ധൂപ അനുലേപനൈഃ അർച്ചയത്. എന്തൊക്കെയാണ് സൽക്കാരം ചെയ്തത്, എങ്ങനെയൊക്കെയാണ് പൂജിച്ചത്, അർച്ചിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്? സ്വാഗതവാക്യം പറയണം. നിങ്ങൾ വന്നത് വളരെ സന്തോഷമായി, ഇതാണ് സ്വാഗതം. സുഷ്ടുവാഗതം, നിങ്ങൾ വന്നത് ശോഭനം എന്ന് പ്രകടിപ്പിക്കലാണ് സ്വാഗതം. അപ്പോ വന്നതിൽ വളരെ സന്തോഷം, ഞങ്ങൾക്ക് അത്യന്ത സന്തോഷം, ഞങ്ങൾക്ക് പ്രയോജനം. അപ്പൊ സ്വാഗതം. അതുപോലെ സ്വാഗതം കഴിഞ്ഞാൽ ആസനം, പാദ്യം, അർഘ്യം, മാല്യം. സ്വാഗതമോദി കഴിഞ്ഞ് ഇരുത്തി, ആസനത്തിലിരുത്തി, പാദ്യങ്ങൾ കാല് കഴുകിച്ചു, അർഘ്യം കൊടുത്തു, വെള്ളം കൊടുത്തു, മാല്യങ്ങൾ മാലകൾ കഴുത്തിലൊക്കെ അണിയിപ്പിച്ചു, ധൂപം കാണിച്ചു, അനുലേപനൈഃ ഭസ്മം ചന്ദനം മുതലായതൊക്കെ അവരുടെ പാദങ്ങളിലും മറ്റുമൊക്കെ ലേപനം ചെയ്തു. ഇങ്ങനെ സൽക്കരിച്ച് പൂജിച്ചു എല്ലാവരും കൂടെ. ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനുഃ സദസസ്തസ്യ മഹതോ യതവാചോ അനുസൃണ്വതഃ ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനുഃ സദസസ്തസ്യ മഹതോ യതവാചോ അനുസൃണ്വതഃ. ഭഗവാൻ ആരാണ്? ധർമ്മഗുപ്തനുഃ. ധർമ്മഗുപ്പാണ് ഭഗവാൻ. ധർമ്മത്തെ ഗോപനം ചെയ്യുന്നവൻ, അതിനുവേണ്ടി തനു എടുത്തവൻ, ശരീരം സ്വീകരിച്ചവൻ. അപ്പൊ ധർമ്മരക്ഷയ്ക്കായിട്ട് അവതരിച്ചവനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? സുഖം ആസീനാൻ, അവിടെ സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങി സുഖമായി ഇരിക്കുന്നവരെ അവരോട് യതവാചഃ മഹതഃ തസ്യ സദസഃ അനുസൃണ്വതഃ ഉവാച. ആ സദസ് മഹത്തായ സദസ്സാണ്. മഹതഃ തസ്യ സദസഃ, എങ്ങനെയുള്ള സദസ്? യതവാചഃ, വാക്ക് അടക്കിയവരായിട്ട്, വളരെ ക്വയറ്റായിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, മൗനം അവലംബിച്ചുകൊണ്ട്. കാരണം വന്നിരിക്കുന്നവര് മഹാത്മാക്കൾ, ഗുരുക്കന്മാരാണ്. അവര് എങ്ങോട്ട് സംസാരിക്കണം, അതല്ലെങ്കിൽ ഇവിടുന്ന് നേതൃത്വത്തിലുള്ള ആളുകൾ, മുതിർന്നവർ വേണം സംസാരിക്കാൻ. അതിന് രാമകൃഷ്ണന്മാരുള്ളപ്പോൾ നമ്മൾ എന്തിനാ തലപൊക്കണത്, അല്ലേ? തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് വിനയത്തോടെ, അടക്കത്തോടെ മറ്റ് സദസ്സിലുള്ള രാജാക്കന്മാരെല്ലാം മൗനം അവലംബിച്ചിരുന്നു. എല്ലാവരും മൗനമായിരുന്നു ആ സമയത്ത്. അപ്പോ യതവാചഃ മഹതഃ തസ്യ സദസഃ അനുസൃണ്വതഃ, എല്ലാവരും നന്നായി കേട്ടുകൊണ്ടിരിക്കെ ഭഗവാൻ ഉവാച, ധർമ്മമൂർത്തിയായ ഭഗവാൻ ഉവാച, ധർമ്മഗുപ്തനുഃ ഭഗവാൻ. അപ്പൊ ആ മഹാത്മാക്കളെ കുശലപ്രശ്നം ചെയ്യുന്ന രീതിയിൽ അവരുടെ മാഹാത്മ്യത്തെ
സ്തുതിക്കുകയാണ്. എന്തിനു വേണ്ടി? അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുന്നതിനേക്കാൾ കേൾക്കുന്നവർക്ക് വകതിരിവുണ്ടാവാൻ വേണ്ടിയിട്ട്. കേൾക്കുന്നവര് പലതരക്കാരുണ്ടാവും. അവർക്ക് എന്താണ് മുഖ്യമായിട്ടുള്ള ധർമ്മം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ധർമ്മഗുപ്തനുവായിട്ടുള്ള ഭഗവാൻ ഉപദേശിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച അഹോ വയം ജന്മഭൃതോ ലബ്ധം കാർഷ്ണേന തദ്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗേശ്വര ദർശനം. ശ്രീ ഭഗവാനുവാച അഹോ വയം ജന്മഭൃതോ ലബ്ധം കാർഷ്ണേന തദ്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗേശ്വര ദർശനം. ഹോ ആശ്ചര്യം ആശ്ചര്യം വയം ജന്മഭൃതഃ. ഞങ്ങൾ ജന്മത്തെ ധരിച്ചവരായിട്ട്, ഞങ്ങളുടെ ജന്മം ധന്യമായി എന്ന് പറയുക. തദ്ഫലം കാൽസ്നേന ലബ്ധം. ജന്മം ധരിച്ചവരായിട്ടുള്ള ഞങ്ങൾക്ക് തദ്ഫലം, ആ ജന്മത്തിന്റെ ഫലം കാൽസ്നേന, കാൽസ്ന്യം കൃഷ്ണതയാ, സമഗ്രമായിട്ട് പൂർണ്ണമായിട്ട് ലബ്ധം. അപ്പൊ ഞങ്ങളുടെ ജന്മമെടുത്തത് ധന്യധന്യമായി സഫലമായി, അതിന്റെ ഫലം പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇവരെന്തെങ്കിലും കൊണ്ടു കൊടുത്തുവോ? ഒന്നും കൊടുക്കണ്ട. ഇതാ പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം എന്തെന്നാൽ, ദേവാനാമപി ദുഷ്പ്രാപം യോഗേശ്വര ദർശനം ലബ്ധം. ദേവന്മാർക്ക് പോലും ദുഷ്പ്രാപമായിരിക്കുന്ന യോഗേശ്വരന്മാരായ മഹായോഗികളായ നിങ്ങളെ ദർശിക്കാൻ കഴിഞ്ഞു. അഹോ, ഇനി ഇതിൽ പരം ഭാഗ്യം എന്താണ് വേണ്ടത്? അപ്പോ നിങ്ങളെപ്പോലെയുള്ള മഹായോഗേശ്വരന്മാരെ ദർശിച്ചത് തന്നെയാണ് ഏറ്റവും ജന്മലാഭം. ദേവന്മാർക്ക് പോലും നിങ്ങളെപ്പോലെയുള്ള മഹാപുരുഷന്മാരെ കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജന്മം ധന്യധന്യം എന്ന് ഭഗവാൻ ആ മഹാത്മാക്കളുടെ ദർശനത്തെ തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമായിട്ട് പുകഴ്ത്തുകയാണ്. കിം സ്വൽപതപസാം നൃണാം അർച്ചായാം ദേവചക്ഷുഷാം ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം. കിം സ്വൽപതപസാം നൃണാം അർച്ചായാം ദേവചക്ഷുഷാം ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം. അപ്പോ അല്പപുണ്യന്മാരായിട്ടുള്ളവർക്ക് ഈ മഹാത്മാക്കളെ ദർശിക്കുക, സ്പർശിക്കുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരോട് വിനയാന്വിതരായി പാദസേവ അർച്ചനാദികൾ ചെയ്യുക എന്നുള്ളതെല്ലാം അതിദുർലഭമായിട്ടുള്ള കാര്യമാണ്, ലഭിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ആളുകളിൽ പെടുന്നവരല്ല. എങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ ചെറുതാക്കി പറയണ ഭഗവാൻ ഇവിടെ ഒരു ക്രിറ്റിസിസം പറയുന്നുണ്ട്, കേട്ടോളുക. അർച്ചായാം ദേവചക്ഷുഷാം സ്വൽപതപസാം നൃണാം ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം കിം. അപ്പൊ ആർക്കാണ് നൃണാം? ഏതു തരം നൃണാം? അർച്ചായാം ദേവചക്ഷുഷാം സ്വൽപതപസാം നൃണാം. അർച്ച എന്ന് പറഞ്ഞാൽ അർച്ചാ വിഗ്രഹം, പ്രതിമ, പൂജിക്കുവാനുള്ള വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആലംബനങ്ങൾ, ഇതിനെയാണ് അർച്ച എന്ന് പറയുക. ആ അർച്ചയിൽ അഥവാ വിഗ്രഹാദികളിൽ മാത്രം ദേവചക്ഷുഷാം, ഇതാണ് ദേവൻ എന്നുള്ള ദൃഷ്ടിയോടുകൂടിയവർക്ക് ഇത് തന്നെയാണ് പരമം, ഇതിൽ കൂടുതലായിട്ട് ഇനി ഒന്നുമില്ല എന്ന് ആ വിഗ്രഹങ്ങളെ മാത്രം പൂജിക്കും. യഥാർത്ഥത്തിൽ പൂജിക്കേണ്ടവരെ പൂജിക്കുകയും ഇല്ല. അവരെയാണ് ഇവിടെ പറയുന്നത്. അതാണ് ഏവ ശബ്ദം കൊണ്ട് വിഗ്രഹാദികളിൽ മാത്രം
ദേവചക്ഷുസ്സുണ്ട്, ഇതാണ് ദേവൻ. പക്ഷെ അവര് എന്തുകൊണ്ടാണ് അവരുടെ ബുദ്ധി അങ്ങനെ നിൽക്കുന്നത്? സ്വൽപ തപസാം, അവരെ പുണ്യം ചെയ്തിട്ടില്ല. അല്പ തപസ്സേ ഉള്ളൂ, അവർക്ക് അല്പപുണ്യമേ ഉള്ളൂ. അവർ LKG ലെവലാണ്. അവർ പ്രാകൃതരാണ്, ഭക്തിയിൽ പ്രാകൃതരാണ്. ഇതാണ് ഏകാദശ സ്കന്ധത്തില് ഭാഗവത ഉത്തമനെ കുറിച്ച് പറയുമ്പോൾ പ്രാകൃത ഭക്തന്മാരെ കുറിച്ച് പറയുന്ന പ്രയോഗമാണ് ഇവിടെ. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ന ച അന്യേഷു സഭക്തഃ പ്രാകൃത സ്മൃതഃ. അല്ലേ, നിമി നവയോഗി സംവാദത്തില് കവി ഹരി എന്ന മഹാത്മാവ് ഭാഗവതന്മാരുടെ ലക്ഷണം പറയുമ്പോൾ ആരാണ് ഉത്തമ ഭാഗവതൻ എന്ന് ആദ്യം പറഞ്ഞ് മധ്യമ ഭാഗവതനെയും പറഞ്ഞ് പ്രാകൃത ഭാഗവതനെ പറയണം. പ്രാകൃത ഭക്തനെ കുറിച്ച് പറയുമ്പോഴാണ് അർച്ചായാം ഏവ ഹരയേ പൂജാം യഹ ശ്രദ്ധയായിഹതേ. അർച്ചാവിഗ്രഹങ്ങളിൽ മാത്രം പൂജയെ ചെയ്യുന്നു ശ്രദ്ധയോടുകൂടെ. ന തദ്ഭക്തേഷു ന ച അന്യേഷു. എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരായ മഹാത്മാക്കളെയോ അന്യജനങ്ങളെയോ ഒരു തരത്തിലും ബഹുമാനിക്കില്ല, ആർക്കും ഒരു സഹായവും ചെയ്യില്ല. എല്ലാവരെയും ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും പറ്റുമെങ്കിൽ ചെയ്യും. അങ്ങനെയുള്ള ഭക്തനെ സഭക്തഃ പ്രാകൃതഃ സ്മൃതഃ, ആ ഭക്തൻ പ്രാകൃതൻ എന്ന് വിളിക്കപ്പെടുന്നു. അവർ പ്രാകൃതന്മാരാണ്. ഇവിടെയും പറയുന്നത് അങ്ങനെയുള്ള പ്രാകൃതന്മാരാണ് ഈ ലോകത്തിലെ ഭൂരിപക്ഷവും. അവരാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് സ്വർണം കൊണ്ടുപോയി കൊട്ടുന്നത്. മനസ്സിലാവുണ്ടോ? വിഡ്ഢികളായിട്ടുള്ള അവരാണ് ഈ സ്വർണം കൊണ്ടുപോയി കൊട്ടുന്നത്. അല്ലേ, നമ്മുടെ എന്താണ് ഒരു മല്ലയ്യ ഉണ്ടായിരുന്നില്ലേ, കിങ് ഫിഷറിൻ്റെയൊക്കെ UB ഗ്രൂപ്പ് മദ്യ രാജാവായിരുന്നു. എല്ലാവരെയും കള്ളു കുടിപ്പിച്ച് കോടികൾ ഉണ്ടാക്കിയിട്ട് ആ കോടികൾ കൊണ്ട് വിമാന കമ്പനിയും മറ്റുമൊക്കെ തുടങ്ങി. പിന്നെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് കഷ്ടത്തിലായി. അതിൻ്റെ ഇടയ്ക്ക് അയ്യപ്പന് ശബരിമലയിൽ കൊണ്ടുപോയിട്ട് റൂഫ് സ്വർണപ്പാളികൾ കൊണ്ട് റൂഫിംഗ് ചെയ്യുക, അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്തു. താൻ ചെയ്യുന്ന കള്ളത്തരത്തിൽ നിന്നൊക്കെ അയ്യപ്പൻ തന്നെ രക്ഷിക്കും എന്ന് കരുതി പാവം കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ അയ്യപ്പൻ രക്ഷിക്കാൻ വേണ്ടി, മൂടി വെക്കാൻ വേണ്ടി, അയ്യപ്പന് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവസാനം അവൻ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാട് വിട്ടു പോവുകയും ഇപ്പൊ എവിടെ കിടക്കണമെന്ന് അറിയില്ല, ജയിലുകളിലാണോ സംശയം. കാരണം അത്രയും കള്ളത്തരങ്ങൾ അയാൾ ഒപ്പിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടികൾ ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് മുങ്ങിയതാണ് വിജയ് മല്യ. അയാള് സ്വർണം കൊണ്ട് ഭഗവാന് റൂഫിംഗ് ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അയാളുടെ കള്ളത്തരങ്ങൾ പൊളിയാതിരുന്നു. ഭഗവാൻ അതിനൊന്നും കൂട്ടുനിൽക്കില്ല. ഭഗവാൻ ചോദിച്ചിട്ടുമില്ല, നീ എൻ്റെ എൻ്റെ ശ്രീകോവിലിൻ്റെ റൂഫ് നീ സ്വർണം കൊണ്ട് പൊതിയ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. കാരണം ഭഗവാൻ അവിടെ തപസ്സിരിക്കാൻ പോയതാ. ആ തപസ്സിരിക്കുന്ന ഭഗവാനെ ഉപദ്രവിക്കുകയാണ് ഈ ആളുകളൊക്കെ കൂടി ചെയ്യുന്നത്, ഈ പ്രാകൃതന്മാരൊക്കെ കൂടി ചെയ്യുന്നത്. ഭഗവാനെ ഭഗവാന്റെ പാട്ടില് ആ പ്രകൃതിയുമായി ഇണങ്ങി തപസ്സനുഷ്ഠിക്കാൻ അനുവദിക്കുന്നതിന് പകരം ദ്രോഹിക്കുക എന്ന പണിയാണ് ഇവരൊക്കെ കൂടി ചെയ്യുന്നത്. ഈ കള്ളന്മാരൊക്കെ കൂടി ദ്രോഹിക്കുകയാണ്. അപ്പൊ എന്തായാലും യന്യായേന ആർജിതം വിത്തം തന്യായേന വിനശ്യതി എന്ന് പറയും. സംസ്കൃതത്തിൽ ഒരു ചൊല്ലാണ്. നിങ്ങൾ എങ്ങനെ ആരെ പറ്റിച്ച് ധനം ഉണ്ടാക്കുന്നുവോ, അല്ലെങ്കിൽ ഏത് പ്രകാരത്തിലാണോ ധനം ഉണ്ടാക്കുന്നത്, ആ ധനം അപ്രകാരം തന്നെ നശിച്ചു പോകും, അതേ വഴിക്ക് പോകും. യന്യായേന ആർജിതം വിത്തം തന്യായേന വിനശ്യതി. ഇവൻ നാട്ടുകാരെയൊക്കെ പറ്റിച്ചും കള്ളുകുടിപ്പിച്ചും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടയ്ക്കാതെയും ഇവൻ ഭഗവാന്റെ പേരില്
അവിടെ എന്തൊക്കെയോ കൊണ്ട് ചെയ്തു. അതിനെ വേറെ ചില കള്ളന്മാര്, കള്ളന് കഞ്ഞി വെച്ചവന്മാര് അടിച്ചുകൊണ്ടുപോയി. അപ്പൊ അവന്റെ കള്ളന്റെ മുതല് കള്ളന്മാര് തന്നെ കൊണ്ടുപോയി നാണമില്ലാതെ. ഭഗവാൻ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമിക്ക് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം അതെല്ലാം കണ്ട് ചിരിച്ചിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്. ഈ കള്ളന്മാരെയൊക്കെ അകത്താക്കുന്നതും അദ്ദേഹം ചിരിച്ചുകൊണ്ട് കാണും. ഇനിയും കള്ളന്മാരകത്താവാനുണ്ട്. ആ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. ഭഗവാന് നമ്മുടെ തപസ്സാണ് ആവശ്യം, നമ്മൾ കൊടുക്കുന്ന ദ്രവ്യങ്ങളല്ല. ദ്രവ്യങ്ങൾക്ക് വേണ്ടി കയ്യിൽ നീട്ടി ഇരിക്കുകയല്ല ഭഗവാൻ. നിങ്ങൾ തപസ്സനുഷ്ഠിച്ച് അന്ധകരണ ശുദ്ധിയോടെ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. തത്വമസി എന്ന മഹാവാക്യത്തിന്റെ മുദ്രയോടുകൂടി ഭഗവാൻ അനുഗ്രഹിക്കാനിരിക്കുന്ന ഗുരുവര്യനാണ്. സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെപ്പോലെ ഗുരുവര്യനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കാനിരിക്കുകയാണ്. ആ ഭഗവാന് നിങ്ങളുടെ നക്കാപ്പിച്ചൊന്നും വേണ്ട. നിങ്ങൾ തപസ്സനുഷ്ഠിക്കുക. ശബരിമലയിൽ പോകുന്നത് തപസ്സാണ്. തപസ്സനുഷ്ഠിച്ച് 41 ദിവസം വ്രതമനുഷ്ഠിച്ച് ഒരു താപസനെ പോലെ ചെല്ലുക. അതാണ് ഭഗവാന് വേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ദ്രവ്യങ്ങളൊന്നുമല്ല. അപ്പോ ഇങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റും സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കുന്ന ചില വിഡ്ഢികൾ, ഇതൊക്കെ അടിച്ചു കൊണ്ടുപോകുന്ന കുറെ വിഡ്ഢികൾ, അവർ വിചാരിക്കുന്നത് അവർ പിടിക്കപ്പെടില്ല, ആരും അറിയില്ല, നമ്മൾ സ്മാർട്ടാണ് എന്ന് വിചാരിച്ചു കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും അതുപോലെയുള്ള കള്ളന്മാരും. എന്തായാലും അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവര് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും തീർച്ചയായിട്ടും അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഭഗവാൻ കൊടുക്കാതിരിക്കില്ല. എവിടെയാണെങ്കിലും അത് അവരനുഭവിക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവില്ല മൂഢജനങ്ങൾ. അവരുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളായിട്ട് അവർ അനുഭവിക്കുന്നുണ്ടാവും. അതൊന്നും അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ പരിഹസിക്കുന്ന ഈ പണി നമ്മളാരും ചെയ്യാതിരിക്കുക. ഏത് പണി? വിഗ്രഹത്തിൽ മാത്രം ദേവചക്ഷുസ്സോടുകൂടി ഇരിക്കാതിരിക്കുക. എല്ലാറ്റിലും ദേവചക്ഷുസ് വേണം. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവം, അതാണ് ഭാഗവതോത്തമന്റെ ലക്ഷണം. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്ന് ഇതേ ഭഗവാൻ തന്നെ ഗീതയിലൂടെ പറഞ്ഞു. ആരാണോ എല്ലാറ്റിലും വാസുദേവനെ കാണുന്നത്, വിഗ്രഹത്തിൽ മാത്രമല്ല. അപ്പോ വിഗ്രഹം എന്നുള്ളത് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ നമുക്ക് പൂജിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഭഗവാനുള്ള പൂജ സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഉപാധിയെ സ്വീകരിക്കുന്നു. ആ ഉപാധിയെ സ്വീകരിച്ചിരിക്കുമ്പോഴും ചക്ഷുസ് എവിടെ വേണം? ഈ ഉപാധിയിൽ പൂജിക്കുമ്പോഴും ചക്ഷുസ് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കണം. എല്ലാറ്റിലും ഭഗവാനുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് വിഗ്രഹത്തിൽ പൂജിച്ചോളൂ. വിഗ്രഹാരാധനയെ തീർത്തും നിന്ദിക്കുകയല്ല അവിടെ. ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് വിഗ്രഹത്തിൽ പൂജിക്കുക. വിഗ്രഹാരാധന നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. ഈശ്വരനാകട്ടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനുമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനെ എനിക്ക് നടന്ന് ഓടി ഒന്നും പൂജ ചെയ്യാൻ കഴിയുകയില്ല. ശിവാനന്ദ ലഹരിയില് ശങ്കരാചാര്യർ പറയുന്നുണ്ട് അല്ലേ, എനിക്ക് സൂര്യനെ പോലെ ആയിരുന്നെങ്കിൽ അങ്ങക്ക് എൻ്റെ കിരണങ്ങളെ കൊണ്ട് ഞാൻ വസ്ത്രം നെയ്യുമായിരുന്നു. അതുപോലെ ഓരോ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതുപോലെ ഞാൻ ചെയ്യുമായിരുന്നു. ബ്രഹ്മദേവനെ പോലെ ആദിശേഷനെ പോലെ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ശിവാനന്ദ ലഹരിയിൽ പറയുന്നുണ്ട്. ഓർമ്മ വരുന്നില്ല. അപ്പോ പറഞ്ഞു വന്നത്
വിഗ്രഹാരാധനയുടെ തത്വം അറിഞ്ഞുകൊണ്ട് വിഗ്രഹാരാധന ചെയ്യുക. വിഗ്രഹത്തിൽ മാത്രം ദേവബുദ്ധി, മന്ദബുദ്ധി എന്നിവിടെ ഭഗവാൻ പറയുകയാണ്. അവര് അല്പതപസ്സുകളാണ്. അപ്പോ നമ്മള് വിഗ്രഹത്തിൽ ചാർത്താൻ ആഭരണങ്ങൾ കൊടുക്കുന്നതിന് പകരം ആ ധനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ വിശപ്പ് മാറ്റാൻ നോക്കൂ. നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ സ്വർണം കൊണ്ട് മൂടുന്നതിന് മുമ്പ് ഇവിടെ സ്വർണ്ണമല്ല അത്യാവശ്യം, വേണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. മറ്റതും ദേവന്മാർ തന്നെയാണ്. ഓരോ രൂപത്തിൽ വിശന്നിരിക്കുന്ന ജീവന്മാരും ഓരോ ദേവന്മാർ തന്നെയാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാനാണ് പ്രാണികളുടെ ഉള്ളിൽ വൈശ്വാനരാഗ്നിയായി, ജഠരാഗ്നിയായി ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആ ദേവനുണ്ട് എന്നറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം സമൃദ്ധമായി കൊടുക്കുക. മറ്റുള്ളവർക്ക് വസ്ത്രം കൊടുത്ത ശേഷം ഭഗവാന് വിഗ്രഹത്തിന് വസ്ത്രം ചാർത്തുക. ഭഗവാന് ആഭരണങ്ങളുടെ ആവശ്യമില്ല. ആഭരണങ്ങളൊക്കെ ചാർത്തും തോറും അവിടെയുള്ള ആളുകൾക്ക് അതിൽ കൊതിയുണ്ടാവും, അല്ലേ? പൂജകന്മാർക്ക് അത് പണയം വെക്കാൻ തോന്നും, അല്ലെങ്കിൽ അത് അടിച്ചു മാറ്റി പകരം മുക്കുപണ്ടം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ തോന്നും. അതിൽ ഭരണാധികാരികൾ, ദേവസ്വം ഭാരവാഹികൾ, അവർക്കൊക്കെ അതിൽ കൊതിയുണ്ടാവും. അവരും അത് അടിച്ചു മാറ്റാൻ നോക്കും. അങ്ങനെ ജനങ്ങളെ ദുഷിപ്പിക്കാനല്ലാതെ നന്നാക്കാനായിട്ട് ഇതുകൊണ്ടൊന്നും സാധിക്കില്ല. അവരുടെ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യാമെന്നല്ലാതെ അവരുടെ ഉള്ളിൽ നന്മയുണ്ടാക്കാൻ ഈ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഗുരുവായൂരിലൊക്കെ എത്രയോ സ്വർണം ആളുകൾ സമർപ്പിക്കുന്നുണ്ട് ഹുണ്ടിയിലൂടെ. പലതായിട്ട്, താലിയായിട്ടും പൊട്ടുകളായിട്ടും ചെറിയ ചെറിയ മാലകളായിട്ടും എന്തെല്ലാമോ ആയിട്ട് ഉണ്ടിയിലൊക്കെ ആളുകൾ സ്വർണം ഇടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഏത് വഴിക്ക് പോണു? ഇതൊന്നും എണ്ണി തിട്ടപ്പെടുത്തിയതായിട്ടോ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടതായിട്ടോ ഈ അടുത്ത കാലത്തൊന്നും കണക്കില്ല. 2017 ശേഷം ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നതിന് കണക്കില്ല. സമ്പത്ത് മറ്റ് കറൻസികൾ മാത്രം ബാങ്കുകളിലേക്ക് പോകും, ബാങ്കുകൾ എണ്ണിയെടുക്കും. ബാങ്ക് തന്നെയാണ് ഡയറക്റ്റായിട്ട് സ്റ്റാഫിനെ വെച്ച് എണ്ണിയെടുക്കുന്നത്. അതുകൊണ്ട് അതിൽ ബാങ്ക് അക്കൗണ്ടിൽ കാണും അത്. പക്ഷെ ആ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിൽ അത് ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്, ഈ കള്ളന്മാരാണ്. അപ്പോൾ അത് പല പ്രൈവറ്റ് ബാങ്കുകളിലേക്കും കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്കും പോകുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് പോയാൽ അടിച്ചു മാറ്റാനും, പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് പോകുന്നത് ഇവർക്ക് പല ആനുകൂല്യങ്ങൾ കിട്ടാനും, ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ ആ പ്രൈവറ്റ് ബാങ്കിൽ ജോലി ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയൊക്കെയാണ്. നാഷണലൈസ്ഡ് ബാങ്കിൽ ഇടാനാണ് നിയമം. പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പോകുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പേരിന് കുറച്ച് പോകും. ബാക്കിയൊക്കെ ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കും മറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്കൊക്കെ പോകും. എന്തിനു വേണ്ടി? ഇവർക്ക് അതിലൂടെ പല ബെനിഫിറ്റ്സും നേടാൻ വേണ്ടി. അപ്പം അതൊന്നും ഈ കണക്കില്ലാത്ത, ഓഡിറ്റ് ചെയ്യാത്തതായിട്ടുള്ള ദേവസ്വം ബോർഡ് മറ്റേ അമ്പലങ്ങളിലേക്ക് ദയവ് ചെയ്ത് 1.25 രൂപ കൊണ്ടിടുക. നിങ്ങൾക്ക് വെറും കൈയോടെ പോകാൻ പറ്റില്ല. ഭഗവാന്റെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടിയിലിടണം എന്ന് തോന്നിയാൽ ഒരു 1.25 രൂപ മാക്സിമം ഇടുക. അല്ലെങ്കിൽ കുറച്ച് തുളസിപ്പൂക്കൾ പറിച്ചു കൊണ്ട് കൊടുക്കുക, കുറച്ച് തെച്ചിപ്പൂക്കൾ പറിച്ചു കൊണ്ട് കൊടുക്കുക, നല്ല എണ്ണ വാങ്ങിച്ചു കൊടുക്കുക. മാർക്കറ്റിൽ കിട്ടുന്ന തല്ലിപ്പൊളി എണ്ണകളല്ല, ഭഗവാനെ ശ്വാസം മുട്ടിക്കുന്ന ചന്ദനത്തിരികളല്ല, പൂജകന്മാർക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന ചന്ദനത്തിരികളല്ല. നല്ല സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ വേണ്ടു. അപ്പോ ഇവിടെ ഭഗവാൻ പരിഹസിക്കുന്നതാണ് അല്പതപസ്സുകളായ അർച്ചായാമേവ ദേവചക്ഷുഷാം നൃണാം. വിഗ്രഹങ്ങളിൽ മാത്രം ദേവബുദ്ധിയോടുകൂടിയതായിട്ടുള്ള മനുഷ്യർക്ക് ഈ പറഞ്ഞ മഹാത്മാക്കളെ ദർശിക്കാനോ സ്പർശിക്കാനോ അവരുമായിട്ട് പ്രശ്നം ചെയ്യാനോ അവരോട് നമസ്കരിക്കാനോ അവരുടെ പാദാർച്ചനാദികൾ ചെയ്യാനോ കഴിയുമോ? അതിനുള്ള പുണ്യമില്ല. നല്ല പുണ്യമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ദുർലഭം ത്രയമേവൈതത് ദേവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം
മഹാപുരുഷ സംശ്രയ. ഭഗവാൻ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ഈ 3 കാര്യങ്ങൾ ദുർലഭമാണ്, അത്യന്ത ദുർലഭമാണ്. മനുഷ്യ സ്വഭാവമുണ്ടാകുക, മനനശീലത്വമുണ്ടാവുക, അതുപോലെ മുമുക്ഷുത്വമുണ്ടാവുക, അതുപോലെ മഹാപുരുഷ സംശ്രയം, മഹാത്മാക്കളെ ആശ്രയിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നു, ഈ സ്ഥാവരങ്ങളായ ക്ഷേത്ര ദേവതകളെക്കാൾ, വിഗ്രഹങ്ങളെക്കാൾ ദുർലഭമാണ് ഈ ജംഗമങ്ങളായിരിക്കുന്ന ഇവരുടെ പാദങ്ങളെ പൂജിക്കാൻ. അതിലും പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ മഹാത്മാക്കളുടെ പാദസേവ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഏതാണ് വലുത് എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിക്കുക. നിങ്ങൾ വിഗ്രഹാരാധനയാണോ വലുത്, ഗുരുക്കന്മാരെ മഹാത്മാക്കളെയൊക്കെ ബഹുമാനിക്കുന്നതാണോ വലുത്? ഭഗവാന്റെ അഭിപ്രായത്തിൽ അതാണ് ഇനി അടുത്ത ശ്ലോകത്തില് ഉറപ്പിച്ചു പറയുന്നത്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ഞാൻ എപ്പോഴും കൊട്ടിയുന്ന ശ്ലോകമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല പ്രാവശ്യം. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. അമ്മയാനി നഹി തീർത്ഥാനി. ഇത് എന്താ പറയണ? അമ്മയങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പ് എന്നാൽ ജലം, ജലമയങ്ങളാണ് അമ്മയങ്ങൾ. അപ്പ് പ്ലസ് മയം, അപ്പുമയം അമ്മയമായി സന്ധി കൊണ്ട് മാറുകയാണ്. അപ്പൊ ജലമയങ്ങൾ തീർത്ഥാനി നഹി ഒരു ചോദ്യവുമാവാം, ഒരു സ്റ്റേറ്റ്മെന്റുമാവാം. ചോദ്യമാവുമ്പോൾ ജലമയങ്ങൾ തീർത്ഥങ്ങളല്ലയോ എന്നാവാം. എന്തിന്? അതിനെ നിന്ദിക്കാതിരിക്കാൻ. എന്നാൽ ഭഗവാൻ ഉദ്ദേശിച്ചത് ഫാക്ട്, ജലാശയങ്ങൾ തീർത്ഥങ്ങൾ അല്ല. എപ്പോഴാണ് അവ തീർത്ഥങ്ങളാവുന്നത്? ആരാണോ അതിൽ തീർത്ഥബുദ്ധിയോടെ അതിനെ ആശ്രയിക്കുന്നത്, ആരാധിക്കുന്നത്, അവർക്ക് മാത്രമാണ് ജലാശയങ്ങൾ തീർത്ഥം. ജലാശയങ്ങൾ സ്വമേധയ സ്വശക്തിയ തീർത്ഥങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഗംഗയിൽ കുളിക്കുന്ന ഏത് കള്ളന്മാരും കൊള്ളക്കാരും വൃത്തികെട്ടവരും ഒക്കെ നന്നാവണമായിരുന്നു. ഗംഗയില് മുതലകളും മീനുകളും പാമ്പുകളും ഒക്കെ വസിക്കുന്നുണ്ട്, അവർക്കൊക്കെ പുണ്യം കിട്ടണമായിരുന്നു. അതൊന്നുമില്ല. അപ്പൊ ഗംഗയിൽ ആ ഒരു ശ്രദ്ധയോടെ ഗംഗ വാമനനായി അവതരിച്ച് ത്രിവിക്രമനായി വലുതായി ബ്രഹ്മലോകത്ത് തന്റെ പാദമെത്തിയപ്പോൾ ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലു ജലം കൊണ്ട് ഭഗവാന്റെ പെരുവിരൽ കഴുകിയ വെള്ളം സ്വർഗഗംഗയായും പിന്നീട് ഭഗീരഥ പ്രയത്നം കൊണ്ട് ഭൂമിയിലും മഹാദേവന്റെ ശിരസിലൂടെ ജന്മ മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടെ എത്രയോ ഋഷീശ്വരന്മാരുടെ പാദസ്പർശമേറ്റു വരുന്നതായിട്ടുള്ള ജലമാണ് ഗംഗ. 3 ലോകങ്ങളെയും പവിത്രീകരിക്കുന്നവളാണ് ഈ ഗംഗ. തന്നെയാണ് ഇനി പാതാളത്തിലേക്കും ചെന്ന് സകരന്മാർക്ക് മോക്ഷം കൊടുക്കുന്നത്. ഈ ശ്രദ്ധയോടെ അതിനെ ഉപാസിച്ചാൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഉടനെ ഉണ്ടാവോ? ഇല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. തേ പുനന്തി ഉരുകാലേന. തേ പുനന്തി, അത് നമ്മളെ പവിത്രീകരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത് ഉരുകാലേന, ബഹുകാലേന. അനേക കാലം കഴിയുമ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. നിങ്ങൾ ഗംഗാ തീർത്ഥം സേവിച്ചാലോ, ഗംഗാ സ്നാനം ചെയ്താലോ, ഗംഗാ പൂജ ചെയ്താലോ, ഗംഗയെ ദർശിച്ചാലോ, സ്തുതിച്ചാലോ എല്ലാറ്റിൻ്റെയും ഫലം ഇമ്മീഡിയറ്റ് അല്ല, പിന്നീട് നിങ്ങളുടെ അദൃഷ്ടത്തിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അത് എപ്പോഴെങ്കിലും കിട്ടും അതിന്റെ ഫലം. അപ്പോൾ ജലാശയത്തിൽ തീർത്ഥബുദ്ധിയോടുകൂടി ആര് സേവിക്കുന്നുവോ അവർക്കാണത് തീർത്ഥം. അവരുടെ പാപങ്ങളെയാണത് കഴുകിക്കളയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നോ വെള്ളം എടുത്തുകൊണ്ട് നമുക്ക്
പുണ്യാഹ മന്ത്രം ജപിച്ചുകൊണ്ട് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തീർത്ഥമാക്കി സേവിക്കാം. നമ്മുടെ സങ്കല്പം കൊണ്ട് അതിനെ തീർത്ഥമാക്കി മാറ്റാം. ക്ഷേത്രങ്ങളിലൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന തീർത്ഥങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ കലശങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നില്ലേ? നവീകരണ കലശം, സഹസ്ര കലശം ഇല്ലേ? ഈ കുംഭാഭിഷേകം ചെയ്യുന്ന സമയത്ത് കുംഭം അഭിഷേകം ചെയ്യുന്നു. ആ കുംഭത്തിലുള്ള ജലം എന്താണ്? കിണറ്റിൽ നിന്നെടുത്ത ജലമാണ്. അതിൽ കുറച്ച് പച്ചമഞ്ഞളും ചില ദ്രവ്യങ്ങളൊക്കെ അരച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാവേലി നാളികേരമൊക്കെ വെച്ച് അതിൽ ദർഭ കൊണ്ട് ബന്ധിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് കുറേ നേരം വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു. അപ്പം അത് പവിത്രമാകുന്നു. അത് ഗംഗയിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല. അപ്പോൾ നമ്മുടെ സങ്കല്പം കൊണ്ടാണ് നമ്മൾ തീർത്ഥങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർത്ഥങ്ങൾ സ്വയം തീർത്ഥമല്ല, ജലാശയങ്ങൾ സ്വയം ശക്തിയുള്ളതല്ല. നമ്മൾ അതിൽ ശ്രദ്ധയോടെ സേവിക്കുമ്പോഴാണ് അതിന് ശക്തിയുള്ളത്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഹ. ദേവന്മാർ മൃത്തും ശിലകളും കൊണ്ട് ഉണ്ടാക്കിയവയല്ല. എന്ന് വെച്ചാൽ മൃത്തും ശിലയും കൊണ്ടുണ്ടാക്കിയവയല്ല ദേവന്മാർ. മൃത്ത്, മണ്ണ്, ശില, കല്ല്, ലോഹങ്ങൾ എന്തുകൊണ്ട് വേണമെങ്കിൽ പ്രതിമ ഉണ്ടാക്കാം. പ്രതിമ ഉണ്ടാക്കി അതിനെ വേണ്ട പോലെ മന്ത്രങ്ങളെ കൊണ്ട് തന്ത്രങ്ങളെ കൊണ്ട് സ്ഥാപിച്ച് അതിനെ അഭിഷേകാദികൾ കൊണ്ട് ചെയ്ത് അതിൽ അനേക പേരുടെ പ്രാർത്ഥനകളും സങ്കല്പങ്ങളും വരുമ്പോഴാണ് ആ കല്ലോ മണ്ണോ കൊണ്ടുണ്ടാക്കിയ ആ ശില, ആ ശില്പം ദേവഭാവത്തെ പ്രാപിക്കുന്നത്. അതിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി നമ്മൾ അതിനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം കാലം കൊണ്ട് കിട്ടുന്നത്. തേ പുനന്തി ഒരു കാലേന. അങ്ങനെ പല ക്ഷേത്രങ്ങളും എത്രയോ കാലങ്ങളായി എത്രയോ മഹാത്മാക്കളുടെ താപസന്മാരുടെയൊക്കെ തപസ്സുകൊണ്ട് ശ്രദ്ധ കൊണ്ട് അവരുടെയൊക്കെ അർച്ചന കൊണ്ട് അതിനൊരു പവിത്രത വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ദർശനം നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ്. എന്നാലും അതിനേക്കാളൊക്കെ നമ്മളെ ഉടനെ പവിത്രീകരിക്കാൻ ശക്തിയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ചരതീർത്ഥങ്ങൾ, ചരദേവന്മാർ. ഇതൊക്കെ നമ്മൾ ഗംഗയെ കാണണമെങ്കിൽ അവിടെ പോകണം. നമ്മൾ ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകണം. എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് സഞ്ചരിച്ചു വരുന്നതായിട്ടുള്ള ദേവന്മാര്, സഞ്ചരിച്ചു വരുന്ന തീർത്ഥങ്ങള്, അതാണ് മഹാപുരുഷന്മാര്. അവരെക്കുറിച്ച് പറയണു, ദർശനാദേവ സാധവ. സാധവ ദർശനാദ് ഏവ. ദർശനമാത്രം കൊണ്ടുതന്നെ സാധുക്കൾ, സജ്ജനങ്ങൾ, മഹാത്മാക്കൾ നമ്മളെ പരിശുദ്ധരാക്കുന്നു. നമ്മുടെ ജീവിതത്തെ നിമിഷനേരം കൊണ്ട് മാറ്റിമറിക്കുന്നു. ഇവരുമായിട്ട് അല്പനേരം സത്സംഗം ചെയ്താൽ മതി. എത്രയോ കാലങ്ങളായി ആർജിച്ച നിങ്ങളുടെ അജ്ഞാനവും അതിനോടനുബന്ധിച്ച് ചെയ്തു കൂട്ടിയ പാപങ്ങളും എല്ലാം നശിച്ച് ചിലപ്പോൾ മുക്തരായി തീരാം. നിമിഷ നേരം കൊണ്ട് വേണമെങ്കിൽ മുക്തരായി തീരാം. അത് നിങ്ങളുടെ തീവ്രത പോലെ ഇരിക്കും, യോഗ്യത പോലെ ഇരിക്കും. അപ്പൊ ദർശനാദേവ സാധവ. ദർശനമാത്രയിൽ സാധുക്കൾ നമ്മെ പുനന്തി. അപ്പോ നമ്മുടെ സംസ്കാരത്തില്, സനാതനധർമ്മത്തില് ക്ഷേത്രങ്ങളെക്കാൾ, ക്ഷേത്ര വിഗ്രഹങ്ങളെക്കാൾ, തീർത്ഥങ്ങളെക്കാൾ ഒക്കെ മഹാത്മ്യമാണ് സജ്ജനങ്ങൾക്ക്, മഹാപുരുഷന്മാർക്ക്, ജീവനോടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. പല മഹാക്ഷേത്രങ്ങളും അങ്ങനെ പ്രശസ്തമായത് തന്നെ മഹാപുരുഷന്മാരുടെ സമാധിസ്ഥാനങ്ങളായതുകൊണ്ടോ അവരവിടെ പൂജിച്ചത് കൊണ്ടോ ആണ്. മഹാത്മാക്കൾ പൂജിച്ചതുകൊണ്ട് മാഹാത്മ്യം വന്നു ചേർന്നു. അല്ലെങ്കിൽ മഹാത്മാക്കൾ അവിടെ തന്നെ സമാധിയടഞ്ഞ് അവരുടെ സമാധിസ്ഥലമായതുകൊണ്ട് അവിടേക്ക് ആ തേജസ് വന്നു ചേർന്നു. അപ്പോ മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെടാതെ ഒരു ക്ഷേത്രവും മാഹാത്മ്യമുള്ളതായി തീരുകയില്ല.
ഏതെങ്കിലും നാട്ടുകാർ കുറേ പേര് പ്രാന്തന്മാരൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയാൽ അതൊരു മഹാക്ഷേത്രമാവില്ല. എത്ര കാശ് ചെലവാക്കിയാലും എത്ര വലുതായിട്ട് പണിതാലും അവിടെ ഏതെങ്കിലും മഹാത്മാക്കൾ വന്ന് അനുഗ്രഹിക്കണം, അവരുടെ സാന്നിധ്യം വേണം. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധ ഇപ്പോൾ ക്ഷേത്രങ്ങൾ കൊണ്ടു നടക്കുന്ന വിഡ്ഢികൾക്കൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? ഈ പറഞ്ഞ ദേവസ്വം ഭരിക്കുന്നതായിട്ടുള്ള ആളുകൾ സജ്ജനങ്ങളെ ഒട്ടും ബഹുമാനിക്കുന്നില്ല, സത്സംഗത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അതിനുവേണ്ടി ഒരു ശ്രദ്ധയോ ഒരു പൈസ ചെലവാക്കാനോ അവർ തയ്യാറാവുന്നില്ല. എവിടെ ചെന്നാലും സജ്ജനങ്ങളെ അപമാനിച്ചു വിടുക എന്നതേ ഇവർക്ക് അറിയുള്ളൂ. ഇവർക്ക് അംബാനിയോ അദാനിയോ അതുപോലെയുള്ള സിനിമാ സ്റ്റാറുകളോ ഒക്കെ വന്നാൽ അവരെ കാല് കഴുകി പൂജിച്ച് അവരെ VIP ആയിട്ട് കൊണ്ടുപോയി ദർശനം കൊടുപ്പിച്ച് അവർക്ക് സ്പെഷ്യൽ പ്രസാദങ്ങളൊക്കെ കൊടുപ്പിച്ച് ഇതൊക്കെ കാണിക്കും. ആരുടെ കയ്യിൽ കാശുണ്ടോ, ആര് ഇവർക്കും കുറച്ച് പൈസ കയ്യിൽ കൊടുക്കുമോ, ആര് നോട്ടുകെട്ടുകൾ അവിടെ കൊണ്ട് കാണിക്കുമോ അവരെയൊക്കെ പൂജിക്കും. അത് എവിടെ പോയാലും കാണാം. അതിപ്പോൾ ഗുരുവായൂരിൽ പോയാലും ശബരിമലയിൽ പോയാലും എവിടെ ചെന്നാലും കാണാം. അത് ഇത്തിരി കുറവുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. കുറവ് നല്ലോണം കുറവുണ്ട്. അവിടെ VIP ചമഞ്ഞൊന്നും അങ്ങനെ പോയാലൊന്നും പെട്ടെന്നൊന്നും ആരെയും ഉണ്ടാവില്ല. എല്ലാവരും ഒരുപോലെ തന്നെ അവിടെ കാണുന്നത്. അവിടെ ആ റോയൽ ഫാമിലിക്ക് മാത്രം തൊഴാനുള്ള ഒരു സമയം അത് കാലാകാലങ്ങളായിട്ടുണ്ട്. രാജകുടുംബത്തിൻ്റെ സമയം കഴിച്ചാൽ ബാക്കിയുള്ള സമയം എല്ലാവർക്കും ഒരേപോലെയാണ്. അവിടെ കാശ് കൊടുത്തിട്ടോ ആരെങ്കിലും മണിയടിച്ചിട്ടോ ഷോർട്ട് കട്ടിലൂടെ പോകാൻ സാധ്യമല്ല. അതുപോലെ ആവട്ടെ എല്ലാ ക്ഷേത്രങ്ങളും. മഹാക്ഷേത്രങ്ങളൊക്കെ ഈ ധനികന്മാർ വിലക്കെടുക്കുന്ന പോലെ ആവാതിരിക്കട്ടെ. ധനികന്മാരുടെ പൈസ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടെ. ധനികന്മാരുടെ പൈസ ഭഗവാൻ ആവശ്യമില്ല. ക്ഷേത്രത്തിന് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധനം ഉപയോഗിക്കേണ്ടത്. അപ്പോ നോക്കൂ, നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ഈ ശ്ലോകം ഇതേ പടിക്ക് 4 പ്രാവശ്യം ഈ ഭാഗവതത്തിലുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള പദങ്ങളെ കൊണ്ട് പിന്നെയും 1 or 2 പ്രാവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഭാഗവതത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. ഭാഗവതത്തിൻ്റെ നിർണയമായിട്ട് നമുക്കിതെടുക്കാം. ഇപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർ, ഭാഗവത ഭക്തന്മാർ അവരൊക്കെ ഇത് ഉള്ളിലെടുക്കുക, എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. മൂഢജനങ്ങൾക്ക് സംസ്കാരം ഉണ്ടാവട്ടെ, ഒരു എന്താ പറയുക, അവർക്കൊരു ഉയർച്ച ഉണ്ടാവട്ടെ. ഇപ്പം ധർമ്മമൂർത്തിയായ ഭഗവാനാണിത് പറഞ്ഞത്. എങ്ങനെയാണ് ധർമ്മം നിലനിൽക്കുന്നത്? ആചാരപ്രഭവോ ധർമ്മ. ആചാരത്തിലൂടെയാണ് ധർമ്മം നിലനിൽക്കുക. ആചാരം ലോകത്തിൽ നിലനിൽക്കുന്നത് ആചാര്യന്മാരിലൂടെയാണ്, ആചാര്യന്മാരുടെ ഉപദേശങ്ങളിലൂടെയാണ്, ആചാര്യന്മാരുടെ മാതൃകകളിലൂടെയാണ്. അപ്പോൾ ആ ആചാര്യന്മാരെ ബഹുമാനിക്കുക എന്നതാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞത്. നാഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകാഃ ന ഭൂർജലം ഖം ശ്വസനോ ധവാന്മനഃ ഉപാസിതാ ഭേദകൃതോ ഹരന്ത്യകം വിപശ്ചിതോ ഗ്നന്തി മുഹൂർത്ത സേവയാ. നാഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകാഃ ന ഭൂർജലം ഖം ശ്വസനോ ധവാന്മനഃ ഉപാസിതാ ഭേദകൃതോ ഹരന്ത്യകം വിപശ്ചിതോ ഗ്നന്തി മുഹൂർത്ത സേവയാ. വീണ്ടും ഭഗവാൻ ആ വിദ്വാൻമാരുടെ മഹാത്മ്യത്തെ എടുത്തു പറയുകയാണ്. മുമ്പേ പറഞ്ഞതായിട്ടുള്ള ദേവതകളൊന്നും തന്നെ ഉപാസിക്കപ്പെട്ടാലും അകത്തെ ഹരിക്കുന്നില്ല. നഹരന്ത്യകം,
എന്നാൽ വിപശ്ചിതോ ഗണന്തി മുഹൂർത്ത സേവയാ, വിപശ്ചിത്തുകൾ, വിദ്വാൻമാർ, പണ്ഡിതന്മാർ, മഹാത്മാക്കൾ, ജ്ഞാനികൾ, അവരെ കുറച്ചു നേരം സേവിച്ചാൽ മതി. മുഹൂർത്ത സേവയാ, അവര് എല്ലാ അഘങ്ങളെയും അകം ഹരന്തി ഗണന്തി, അകത്തെ നശിപ്പിക്കുന്നു. ഇപ്പൊ നോക്കൂ, ഉപാസിതാഹ അഗ്നിഹി, ഉപാസിക്കപ്പെട്ടതായിട്ടുള്ള അഗ്നിയിൽ ഉപാസന ചെയ്യുന്നുണ്ട്. വൈദിക കാലം തുടങ്ങി ആദ്യത്തെ ഉപാസന അഗ്നി ഉപാസനയായിരുന്നു. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതവം എന്നാണ് വേദം ആരംഭിക്കുന്നത് തന്നെ. ഏറ്റവും ആദ്യം ഉണ്ടായ വേദം ഋഗ്വേദം. ആ ഋഗ്വേദത്തിലെ ഏറ്റവും ആദ്യത്തെ മന്ത്രം അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ്. അപ്പൊ അഗ്നി രൂപത്തിലാണ് ഈശ്വരനെ അന്ന് ആരാധിച്ചിരുന്നത്. കാരണം ആദ്യത്തെ രൂപം അഗ്നിയാണ്. എല്ലാ വസ്തുക്കൾക്കും രൂപം കൊടുക്കുന്നത് അഗ്നിയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പ്രത്യക്ഷ ഈശ്വരനായി അഗ്നിയെ കണ്ട് ആരാധിച്ചു. ആ അഗ്നിയെ നിങ്ങൾ ഉപാസിച്ചാലും, സൂര്യ എന്നും എപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സവിതാവ് എന്ന സൂര്യനോ, ചന്ദ്രതാരകാഹ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ചന്ദ്രനോ നക്ഷത്രങ്ങളോ, ഭൂഹു ഭൂമിയോ, ജലം ഖം ജലം വെള്ളവും, ഖം എന്നാൽ ആകാശവും, ശ്വസനഃ എന്ന് പറഞ്ഞാൽ വായുവും, വാക്ക് എന്ന് പറഞ്ഞാൽ വാക്കിന്ദ്രിയം, മനഃ എന്ന് പറഞ്ഞാൽ മനസ്സ്. ഇതൊക്കെ വാസ്തവത്തില് ഭേദകൃതഃ, ഭേദത്തെ ഉണ്ടാക്കുന്നവയാണ്, ഭേദഭാവനയെ ജനിപ്പിക്കുന്നവയാണ്. ഇതൊന്നും അകം ന ഹരന്തി, ഇതിനെയൊക്കെ ഉപാസിച്ചാൽ അത് നമ്മുടെ പാപത്തെ പെട്ടെന്നൊന്നും ഹരിച്ചു തീർക്കില്ല. എന്നാൽ വിപശ്ചിത മുഹൂർത്ത സേവയാ അകം ഗ്നന്തി, വിദ്വാൻമാർ, മഹാത്മാക്കൾ മുഹൂർത്ത സേവയാ അല്പനേരം സേവിച്ചാൽ തന്നെ പ്രസാദിച്ച് അകം ഗ്നന്തി, പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. അപ്പൊ ഇവരൊക്കെ അഭിമാനമുള്ള ദേവതകളാണ്, ഭേദബുദ്ധിയുള്ളവരാണ്, മത്സരബുദ്ധിയുള്ളവരാണ്. ഈ പറഞ്ഞ ദേവതകളൊക്കെ ഇവരെയൊക്കെ ഉപാസിച്ചാൽ, ഇവരൊക്കെ ദേവതാഭാവത്തിൽ ഉപാസിച്ചാൽ ഒക്കെ ഭേദമുണ്ടാക്കുന്നവരാണ്. അവരൊന്നും നമ്മുടെ പാപത്തെ നശിപ്പിക്കില്ല. ഇവരെയൊക്കെ ബ്രഹ്മഭാവത്തിൽ ഉപാസിക്കാം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഞാനിപ്പോ അഗ്നിയുടെ രൂപത്തിൽ ആരാധിക്കുന്നത്. അല്ലാതെ അഗ്നിയെ ഒരു ദേവത മാത്രമായി കണ്ട് അതിന്റെ പ്രത്യേകതകളോടുകൂടി, സവിശേഷതകളോടുകൂടി ആരാധിക്കുമ്പോൾ അതിന് ഭേദഭാവനയുണ്ട്, ഭേദകൽപ്പനയുണ്ട്, അതിന് അഭിമാനമുണ്ട്. വായുവിനെ ഒരു പ്രത്യേക ദേവത മാത്രമായി കാണുമ്പോൾ അതും ഭേദഭാവനയാണ്. ഓരോ ദേവന്മാരെയും വേറെ വേറെ കാണുന്നത് ഭേദഭാവനയാണ്. എല്ലാവരെയും ബ്രഹ്മഭാവത്തിൽ കണ്ടാൽ, ബ്രഹ്മത്തിന്റെ വിഭൂതികളായി പ്രത്യക്ഷ ഭാവങ്ങളായി ദർശിച്ചാൽ കുഴപ്പമില്ല. നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി എന്നൊക്കെ വേദമന്ത്രം അല്ലേ. വായോ നിനക്ക് നമസ്കാരം, നിന്നെ ഞാൻ പ്രത്യക്ഷ ബ്രഹ്മം എന്ന് പറയുന്നു. അപ്പോൾ പ്രത്യക്ഷ ബ്രഹ്മമായിട്ട് ഈ ഉപാധികളെയൊക്കെ കാണാം, ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ ആരാധിക്കാം, ഭേദബുദ്ധിയോടെ അല്ല. അപ്പൊ എന്തായാലും ഈ ദേവതകളൊക്കെ ഭേദകൃത്തുക്കളാണ്. അവര് പെട്ടെന്നൊന്നും നമ്മുടെ അഘങ്ങളെ നശിപ്പിക്കുന്നില്ല. എന്നാൽ വിപശ്ചിത ഗ്രന്ഥി മുഹൂർത്ത സേവയ, അല്പനേരം സജ്ജനങ്ങളുമായി സത്സംഗം ചെയ്യൂ, ഇതിൻ്റെയൊക്കെ 100 ഇരട്ടി ഫലം കിട്ടും. എത്രയോ ഉപാസനകളുടെ 100 ഇരട്ടി ഫലമാണ് ഒരു നല്ല സത്സംഗം ചെയ്താൽ കിട്ടുക. ഇത് അറിയണം എല്ലാവരും. അടുത്ത ശ്ലോകം നമുക്ക് വൈകിട്ട് നോക്കാം. ഓം കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.